ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ടാലി പ്രൈമിൽ എങ്ങനെയാണ് ലെഡ്ജേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള അക്കൗണ്ടുകളെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറയാം. രണ്ട് രീതിയിൽ നമുക്ക് ടാലിയിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് സിംഗിൾ ലെഡ്ജർ ക്രിയേഷൻ, രണ്ട് മൾട്ടിപ്പിൾ ലെഡ്ജർ ക്രിയേഷൻ. അപ്പൊ ഞാൻ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് സിംഗിൾ ആയിട്ട് എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ ടാലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്, കമ്പനീനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് പറയുന്ന മെനു ബാറിൽ മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഈ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ടാലിയിൽ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യാനും ചൂസ് ചെയ്യാറ്. അപ്പൊ ക്രിയേറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതില് അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിലെ ഗ്രൂപ്പ്, ലെഡ്ജർ, കറൻസി, വൗച്ചർ ടൈപ്പ് ഒക്കെ കാണാം. അതിലുണ്ടാവും ലെഡ്ജർ. അപ്പൊ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഈ ലെഡ്ജർ ആണ് എടുക്കേണ്ടത്. ഇനി ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് അണ്ടർ കൊടുക്കണം, ഗ്രൂപ്പ് കൊടുക്കണം. അതാണ് ഈ ഗ്രൂപ്പ്. അപ്പൊ ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല, ടാലിയിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആൾട്ടർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ ഗ്രൂപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഒരുപാട് ഗ്രൂപ്പുകൾ ടാലിയിൽ ഓൾറെഡി ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഗ്രൂപ്പുകൾ ഇതിന് ചൂസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ ലെഡ്ജർ ആണ് നോക്കുന്നതെങ്കിൽ രണ്ട് ലെഡ്ജർ ഓൾറെഡി ഇതിൽ ഉണ്ടായിരിക്കും. ഒന്ന് ക്യാഷും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ ഈ രണ്ട് ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല, ടാലിയിൽ ഓൾറെഡി ഉള്ളതാണ്. ഇനി ബാക്കി വരുന്ന ലെഡ്ജേഴ്സുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ഞാനിവിടെ ക്രിയേറ്റ് എടുത്തു, അതില് ലെഡ്ജർ എടുക്കാം. ഇപ്പൊ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ക്രീന് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിലാകെ കൊടുക്കാനുള്ളത് പേര്, അതുപോലെ തന്നെ അണ്ടർ, പിന്നെ കൊടുക്കാനുള്ളത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പൊ ഞാനിവിടെ കുറച്ച് ലെഡ്ജേഴ്സുകളുടെ പേരും അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ആയിട്ട് ഇവിടെ 10 ലക്ഷമാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ പേര് കൊടുക്കാൻ വേണ്ടി പോവാണ്, ക്യാപിറ്റൽ. ഇനി പേര് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് കൊടുക്കാനുള്ളത് അണ്ടർ ആണ്. അപ്പൊ അണ്ടർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിന്റെ അണ്ടർ എന്ത് തന്നെയാണ്, ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ്. കറക്റ്റ് ഗ്രൂപ്പ് നമ്മൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ റിപ്പോർട്ട് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പൊ ഗ്രൂപ്പ് കറക്റ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളോട് ഇതിൽ നെയിം, അഡ്രസ്സ്, അതുപോലെ തന്നെ എമിറേറ്റ്, കൺട്രി കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പനിയുടേത് അവിടെ വന്നിട്ടുണ്ടാവും. അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ്, ഇപ്പൊ നമ്മുടെ ഒരു പാർട്ട്ണർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അയാളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ടൈപ്പ്, ഇത് വാറ്റിന്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നമ്മുടെ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഒക്കെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അയാൾക്ക് വേറൊരു കമ്പനിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അവിടെ റെഗുലർ കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അൺരജിസ്റ്റേർഡ് ചൂസ് ചെയ്താൽ മതി. പിന്നെ കൊടുക്കാനുള്ളത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ 10 ലക്ഷം ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ടുണ്ട്. ദെൻ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ CR എന്ന് പറഞ്ഞാൽ എന്താ, ക്രെഡിറ്റ് ആണ്. അപ്പൊ നമ്മളിവിടെ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിന്റെ ക്രെഡിറ്റ് സൈഡിലേക്കുള്ള ഒരു അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ക്രെഡിറ്റ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഗ്രൂപ്പ് കറക്റ്റ് കൊടുത്താൽ മാത്രമേ ഈ ക്രെഡിറ്റും ഡെബിറ്റും കറക്റ്റ് ആയിട്ട് വരുള്ളൂ. എന്നിട്ട് വീണ്ടും എൻ്റർ കൊടുക്കുക, ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ അക്കൗണ്ടിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു, എഡിറ്റ് ചെയ്യണം, അതെല്ലാം നമുക്ക് ഈ അക്കൗണ്ട് വേണ്ട, ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആൾട്ടർ എടുക്കുക, അതില് ലെഡ്ജർ എടുത്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് എന്താണ് എഡിറ്റ് ചെയ്യാനുള്ളത് വെച്ചാൽ എഡിറ്റ് ചെയ്യാം. അതല്ല ഈ അക്കൗണ്ട് വേണ്ട, ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് Alt D കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിലീറ്റ് വരും. അപ്പൊ നമുക്ക് അങ്ങനെ അക്കൗണ്ടുകളെ ഡിലീറ്റ് ചെയ്തിട്ട് കളയാനും പറ്റും. ഇനി ബാക്കി വരുന്ന ഓരോ അക്കൗണ്ടുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. വീണ്ടും ക്രിയേറ്റ് എടുത്തു, ലെഡ്ജർ എടുത്തു. ഇനി അടുത്ത അക്കൗണ്ട് ബാങ്ക് ആണ്. ബാങ്കിന്റെ എമൗണ്ട് വരുന്നത് 5 ലക്ഷമാണ്. അപ്പൊ ഞാനിവിടെ പേര് കൊടുത്തു, ബാങ്ക്. ഇനി ബാങ്ക് ഏത് ബാങ്കാണ്, ബാങ്കിന്റെ പേര് കൊടുക്കാം. അപ്പൊ ഇതിൽ നമുക്ക് ബാങ്ക് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ദെൻ ബാങ്ക് അക്കൗണ്ട് എന്നുള്ള അണ്ടർ ആണ് നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ അക്കൗണ്ട് നമ്പർ, IBAN, അതുപോലെ തന്നെ ഷിഫ്റ്റ് കോഡ്, ബാങ്ക് നെയിം, ബ്രാഞ്ച്, ഇതൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കേണ്ടത്. 5 ലക്ഷം ഓപ്പണിംഗ് കൊടുത്തു, അത് ഡെബിറ്റ് ആണ് വരുന്നത്, അതാണ് DR എന്ന് വന്നിട്ടുള്ളത്. ദെൻ അടുത്തത് വരുന്നത് ബാങ്ക് ലോൺ ആണ്. ബാങ്ക് ലോണ് പേര് കൊടുത്തു, ബാങ്ക് ലോണ്. ബാങ്ക് ലോണിന്റെ അണ്ടർ വരുന്നത് ലോൺസ് ലാബിലിറ്റി ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് കൊടുത്തു. അതിന്റെ എമൗണ്ട് വരുന്നത് 2 ലക്ഷമാണ്, ഓപ്പണിംഗ് 2 ലക്ഷം. അടുത്തത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഫർണിച്ചർ, രണ്ടും ഫിക്സഡ് അസറ്റ് ആണ് വരുന്നത്. 1 ലക്ഷമാണ് രണ്ടിന്റെയും ഓപ്പണിംഗ്. അപ്പൊ നമുക്ക് പേര് കൊടുക്കാം കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ഗ്രൂപ്പ് വരുന്നത് ഫിക്സഡ് അസറ്റ് ആണ്.
ഇനി ടാക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? ടാക്സബിലിറ്റി എന്നുള്ളത് ടാക്സബിൾ കൊടുക്കണം. അപ്പൊ ഞാനിവിടെ കമ്പ്യൂട്ടർ ടാക്സബിൾ ആയിട്ടാണ് കാണിക്കുന്നത്. ടാക്സ് റേറ്റ് 5%. ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് ആണ്. അത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് ഓപ്പണിംഗ് കൊടുക്കാം, ആക്സെപ്റ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ അടുത്ത് നമുക്ക് ഫർണിച്ചർ ആണ് വരുന്നത്. ഫർണിച്ചറും സെയിം ഗ്രൂപ്പ് തന്നെയാണ്, അതും ടാക്സബിൾ കൊടുക്കാം 5% ഗുഡ്സ്. ഓപ്പണിംഗ് 1 ലക്ഷം ആണ്, 1 ലക്ഷം കൊടുത്തു. രണ്ടും ഡെബിറ്റ് ആണ് വരുന്നത്. നെക്സ്റ്റ് സാലറി പേയബിൾ ആണ്. സാലറി പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണ്, നമ്മൾ കൊടുക്കാനുള്ള സാലറി ആണ്. അപ്പൊ ഒന്നുകിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് കൊടുക്കാം, അതല്ല എങ്കിൽ സാലറി പേയബിൾ എന്ന് കൊടുക്കാം. ഇനി ഇതിന്റെ ഗ്രൂപ്പ് വരുന്നത് കറണ്ട് ലാബിലിറ്റീസ് ആണ്, കാരണം ഇത് കൊടുക്കാനുള്ളതാണ്, ബാധ്യതയാണ്. അപ്പൊ ഗ്രൂപ്പ് കൊടുത്തു. ഇനി ഇതിന്റെ എമൗണ്ട് വരുന്നത് 10,000 ആണ്. നമുക്ക് ആ ഒരു എമൗണ്ട് അവിടെ കൊടുക്കാം, അത് ക്രെഡിറ്റ് ആണ് വരുന്നത്, ആക്സെപ്റ്റ്. Then next one, prepaid rent. Prepaid rent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ കൊടുത്തിട്ടുള്ള റെന്റ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസറിന് മുന്നേ കൊടുത്ത എക്സ്പെൻസിനെയാണ് പറയാ. അപ്പൊ ഇവിടെ റെന്റ് ആണ് വന്നിട്ടുള്ളത്, പ്രീപെയ്ഡ് റെന്റ്. ഇത് നമുക്ക് അസറ്റ് ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ കറണ്ട് അസറ്റ് ആണ് ഇവിടെ ഗ്രൂപ്പ് കൊടുക്കേണ്ടത്. ഇനി ഇതിനൊക്കെ നമുക്ക് രജിസ്ട്രേഷൻ ടൈപ്പിന്റെ ഭാഗം അൺരജിസ്റ്റേർഡ് എന്ന് കൊടുക്കുക. ഇനി റെഗുലർ എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ഇനി എൻ്റർ ചെയ്തു, TRN ഒന്നും കൊടുക്കാതിരുന്നാൽ മതി. അതിന്റെ എമൗണ്ടും 10,000 ആണ്. ദെൻ ഡെബിറ്റ് ആണ് അത് വരുന്നത്, ആക്സെപ്റ്റ് ചെയ്തു. ദെൻ ലാസ്റ്റ് വൺ നമുക്കൊരു അക്കൗണ്ട് ഏതാണ്? ക്യാഷ് ഇൻ ഹാൻഡ് ആണ്, 5 ലക്ഷം. അപ്പൊ ക്യാഷ് എന്ന് പറയുന്ന അക്കൗണ്ട് നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മൾ ക്യാഷ് എന്ന് പേര് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നെയിം ഓൾറെഡി എക്സിസ്റ്റ് എന്ന് ഇതിൽ കാണിക്കും, കാരണം ക്യാഷ് എന്ന് പറയുന്ന അക്കൗണ്ട് ഓൾറെഡി ഇതിൽ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ക്യാഷിന്റെ എമൗണ്ട് മാത്രം നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ ക്യാഷിന്റെ എമൗണ്ട് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ഇതിന്റെ റിപ്പോർട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാനിവിടെ ബാലൻസ് ഷീറ്റ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് എടുത്തു. ബാലൻസ് ഷീറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ഗ്രൂപ്പുകളാണ് ഓപ്പൺ ആയിട്ട് വരിക. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട്, ലോൺസ് ലാബിലിറ്റി, കറണ്ട് ലാബിലിറ്റീസ്. അസറ്റ് സൈഡിലാണെങ്കിൽ ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ് ഒക്കെ കാണാം. അപ്പൊ നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള അക്കൗണ്ടുകളും കൂടി ബാലൻസ് ഷീറ്റിൽ ഷോ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ കീബോർഡിൽ Alt F1 എന്നുള്ള ഷോർട്ട് കീ കൊടുക്കണം. അപ്പോഴാണ് ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണുള്ളൂ. അപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ള അക്കൗണ്ടുകളും കൂടി ഇതിൽ ഷോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ എമൗണ്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡും ഇപ്പൊ ഇവിടെ ഈക്വൽ ആയിട്ടൊക്കെ എടുക്കുന്നത് 12,10,000 ആണ്. പക്ഷെ ഈ ബാലൻസ് ഷീറ്റ് ഈക്വൽ അല്ല, കാരണം നമ്മൾ ക്യാഷിന്റെ എമൗണ്ട് കൊടുത്തിട്ടില്ല. ലാബിലിറ്റി സൈഡ് ഓക്കെ ആണ്, നമുക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 10 ലക്ഷം, 2 ലക്ഷം 10,000, 12,10,000 ആയിട്ടുണ്ട്. എന്നാൽ അസറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 2 ലക്ഷം ഫിക്സഡ് അസറ്റ്, അതുപോലെ തന്നെ കറണ്ട് അസറ്റിൽ വരുന്നത് 5,10,000 ആണ്. അത് ബാങ്കും പ്രീപെയ്ഡ് റെന്റും കൂടിയിട്ടാണ് ആ എമൗണ്ട്. ഇനി ഇവിടെ അസറ്റ് സൈഡിൽ കാണാം ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസസ് ഒരു 5 ലക്ഷം കാണാം. ഇതെന്താണ്? അസറ്റ് സൈഡിൽ 5 ലക്ഷത്തിന്റെ കുറവുണ്ട് എന്നുള്ളതാണ് ആ കാണിക്കുന്നത്. അപ്പൊ ക്യാഷിന്റെ എമൗണ്ട് നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ്. ഇനി ലാബിലിറ്റി സൈഡിലാണ് കുറവുള്ളത് എങ്കിൽ നമുക്ക് ഇവിടെയാണ് കാണിക്കുക ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ലാബിലിറ്റി സൈഡിലാണ് ആ ഒരു ഡിഫറൻസ് കാണിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആയിട്ടില്ല എന്നുള്ളത്. ഇനി നമ്മൾ ക്യാഷിന്റെ എമൗണ്ട് ഒന്ന് കൊടുത്ത് നോക്കാം. അപ്പൊ ഞാനിവിടെ ക്യാഷിന്റെ എമൗണ്ട് കൊടുക്കാൻ വേണ്ടി ആൾട്ടർ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ ലെഡ്ജർ എടുക്കുക, അതിൽ നമ്മൾ ക്യാഷ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ക്യാഷിന്റെ ഓപ്പണിംഗ് വന്നിട്ട് 5 ലക്ഷമാണ്. 5 ലക്ഷം കൊടുത്തു, ആക്സെപ്റ്റ് കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും ബാലൻസ് ഷീറ്റ് ഒന്നും കൂടെ ഓപ്പൺ ചെയ്യാം. ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ Alt F1 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ആ ഡിഫറൻസ് ഇവിടുന്ന് റിമൂവ് ആയി പോയി. ഇപ്പൊ അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡും ഈക്വൽ ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടാലിയിൽ ലെഡ്ജേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യണതും അതിന് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുന്നതും. ഒരു കമ്പനി പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ഒരിക്കലും ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാൻ ഉണ്ടാവില്ല, അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. പകരം എപ്പോഴാണ് ഈ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാൻ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു സോഫ്റ്റ്വെയറിൽ അക്കൗണ്ട്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ടാലിയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ അക്കൗണ്ടുകൾ കീപ്പ് ചെയ്തിരുന്നോ, ഏതൊക്കെ അക്കൗണ്ടുകൾക്ക് എത്രയൊക്കെ എമൗണ്ട് ആണ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്, ആ അക്കൗണ്ടുകളും ആ ക്ലോസിംഗ് എമൗണ്ടുകളും നമ്മൾ പുതിയ സോഫ്റ്റ്വെയറിലേക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ഈ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാൻ ഉണ്ടാവുള്ളൂ. പിന്നെ ഫിനാൻഷ്യൽ ഇയർ ഒക്കെ അടുത്ത ഫിനാൻഷ്യൽ ഇയർ ഒക്കെ വരുമ്പോൾ ഓപ്പണിംഗ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും.
അല്ലാതെ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഓപ്പണിംഗ് കൊടുക്കരുത്. ഡയറക്റ്റ് ട്രാൻസാക്ഷൻസിലേക്കാണ് നമ്മൾ അപ്പൊ കിടക്കുക. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് സിംഗിൾ ലെഡ്ജർ ക്രിയേഷൻ ആണ്. അടുത്ത നമ്മൾ മൾട്ടിപ്പിൾ ലെഡ്ജർ ക്രിയേഷൻ ആണ് പറയാൻ വേണ്ടി പോണത്. അതിനാണ് നമ്മൾ ഈ ഒരു മാസ്റ്റേഴ്സിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള ഈ ഓപ്ഷൻ എടുക്കുക. അതിലുണ്ടാവും ലെഡ്ജേഴ്സ്. ആ ലെഡ്ജേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഗ്രൂപ്പുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടുകളും ഇവിടെ കാണിച്ചു തരും. ഇപ്പൊ കമ്പ്യൂട്ടർ, ഫർണിച്ചർ, ക്യാഷ്, ബാങ്ക് ഒക്കെ ഇവിടെ കാണാം. അതൊക്കെ നമ്മളിപ്പോ കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നിന്ന് പുതിയ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ മൾട്ടി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിന്റെ ഷോർട്ട് കീ Alt+H ആണ്. അപ്പൊ അതെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ടാവും മൾട്ടി ക്രിയേറ്റ്. അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഓരോ അക്കൗണ്ടുകളുടെ പേര്, ഗ്രൂപ്പ്, ഓപ്പണിംഗ് ബാലൻസ്. അപ്പൊ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആകെ ഈ 3 കാര്യങ്ങൾ മാത്രമേ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പേര്, ഗ്രൂപ്പ്, ഓപ്പണിംഗ്. അല്ലാതെ അവരുടെ അഡ്രസ്സോ വേറെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇപ്പൊ ഒരു 10 അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ 10 ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യാം. ഓക്കെ, ഇനി എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സിംഗിൾ ആയിട്ട് മാത്രമേ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് ആൾട്ടറിൽ വന്നിട്ട് ലെഡ്ജർ എടുക്കുക തന്നെ വേണം. അപ്പൊ എങ്ങനെയാണ് ടാലിയിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. താങ്ക് യു ഓൾ.